സോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ എങ്ങനെ റസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം, VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ സെറ്റപ്പ് എങ്ങനെ ചെയ്യാനൊക്കെ നോക്കിയായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റത്തെ റസ്റ്റ് കോഡ് അടിക്കാൻ പോവാണ് VS കോഡിൽ. നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് VS കോഡ് ഓപ്പൺ ചെയ്യുകയാണ്. VS കോഡ് അപ്പോൾ ഇങ്ങനെ വരും. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തെങ്കിൽ കാണാൻ പറ്റും. സോ ഇവിടെ എക്സ്പ്ലോറർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യണം, ഈ ഓപ്പൺ ഫോൾഡർ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. അത് നമുക്ക് എവിടെയാണ് നമുക്ക് നമ്മുടെ റസ്റ്റ് സെറ്റപ്പ് ചെയ്യുന്നത്, അതിനൊരു പാത്ത് കൊടുക്കണം. നമ്മൾ റസ്റ്റ് കോഡ് റൺ ചെയ്ത സ്ഥലം വേണം. അപ്പോൾ അതിനൊരു പാത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു പതിനൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഫോൾഡർ ഇവിടെ ന്യൂ ക്രിയേറ്റ് കൊടുത്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വേറെ ലൊക്കേഷൻ എടുക്കുകയാണ്. ലൊക്കേഷൻ എടുക്കാം. ഇവിടെ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ന്യൂവിലേക്കിട്ട് ന്യൂ ഫോൾഡർ അതിൻ്റെ റസ്റ്റിൽ പേര് കൊടുക്കാം. ഇൻസ്റ്റോൾ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, അതിനകത്ത് ആ ഫോൾഡർ ക്ലിക്ക് ചെയ്യണം. സെലക്ട് ഫോൾഡർ ക്ലിക്ക് ചെയ്ത് അപ്പോൾ ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ VS കോഡ് അവിടെ ഓപ്പൺ ആകാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് നമ്മൾ കോഡ് അടിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് കുറച്ച് നമുക്ക് എക്സ്റ്റൻഷൻ്റെ അവിടെ ചെയ്യണം. എക്സ്റ്റൻഷൻ ഇവിടെ ഇതുണ്ട്, എക്സ്റ്റൻഷൻസ്, അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ട എക്സ്റ്റൻഷൻ പറഞ്ഞുതരാം. ഫസ്റ്റ് റസ്റ്റ് ഇത് കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇത് പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ 3 എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ആവേണ്ട അതിൻ്റെ ഒപ്പം. അപ്പോൾ ഇത് ഒറ്റ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് എല്ലാം മണി കൊടുക്കും. പിന്നെ അടുത്തുകൊണ്ടാണ് കോഡ് റണ്ണർ. ഓക്കെ, ചിലപ്പോൾ ബൈ ഡിഫോൾട്ട് ഉണ്ടാവും, ചിലപ്പോൾ ബൈ ഡിഫോൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തൊക്കെ ഉണ്ടാകുന്ന. അപ്പോൾ കോഡ് റൺ അടിച്ച് നോക്കാതെ ഇതും ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എക്സ്പ്ലോററിൽ പോകാം. ഇത് ക്ലോസ് ചെയ്യാം. നമുക്ക് നമ്മുടെ റസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. നമുക്ക് റസ്റ്റ് പ്രോഗ്രാം കോഡ് അടിക്കുമെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് വേണം. നമ്മൾ പ്രൊജക്റ്റിനുള്ളിലാണ് നമ്മൾ റസ്റ്റ് കോഡ് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം ആദ്യം. അപ്പോൾ അതിന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇത് ക്ലോസ് ചെയ്തതിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് ചാറ്റിന് വേണ്ടിയൊക്കെ ഇവിടെ ഡൗട്ട് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ChatGPT ആവശ്യമില്ല, വേണമെങ്കിൽ വെക്കാം. പക്ഷേ നമുക്ക് ലേണിംഗ് പർപ്പസിലേക്ക് ഇത് വേണമെങ്കിൽ വെക്കാം, ഉപയോഗം ഉണ്ടാവും. പക്ഷേ എനിക്ക് ആവശ്യമില്ല, ഉണ്ടെങ്കിൽ കളയാണ്. കോഡ് ഇച്ചിരി വലുതാവില്ല, കാണാൻ സുഖമായിരിക്കും നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വ്യൂ പോയിട്ട് ടെർമിനൽ എടുക്കണം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കാർഗോ അടിച്ചോ. കാർഗോ ന്യൂ ഫയൽ നെയിം. ഇപ്പോൾ ഞാൻ ലിസ്റ്റിൽ ഒരു പേര് കൊടുക്കാം പ്രൊജക്റ്റിന്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊജക്റ്റ് നെയിം പ്രൊജക്റ്റ് 1 കൊടുക്കാം. പ്രൊജക്റ്റ് 1 കൊടുക്കുകയാണ്, റൺ ചെയ്യുകയാണ്, എൻ്റർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇത് ഓപ്പൺ ചെയ്യാം. ഈ നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് SRC ഫോൾഡർ ഉണ്ട്. SRCയിൽ മെയിൻ ഉണ്ട്, പിന്നെ ഗിറ്റ് ഉണ്ട്, പിന്നെ കാർഗോ ടോം ഉണ്ട്. ഓക്കെ, ഇത്ര സാധനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മളിപ്പോൾ പ്രൊജക്റ്റിൻ്റെ പുറത്തേക്ക് എന്ന് വെച്ചാൽ നമ്മൾ റസ്റ്റിന് ഫോൾഡറിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറണം. നമുക്ക് വേണേൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഫയൽ എക്സ്പ്ലോർ പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഫയൽ എക്സ്പ്ലോർ, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്, കോഡിങ്, റസ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ അവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഷോ മോർ ഓപ്ഷൻസ്, ഓപ്പൺ വിത്ത് കോഡിങ് കൊടുത്തെങ്കിൽ ഓപ്പൺ ചെയ്യാം. പക്ഷേ ഇത് സിമ്പിൾ എങ്കിൽ ഇവരുടെ ടെർമിനലിൽ നിന്ന് ചെയ്യാം. അതിങ്ങനെ ചെയ്യണം. കോഡ് പ്രൊജക്റ്റിൻ്റെ നെയിം പ്രൊജക്റ്റ് 1. ഓക്കെ, സോറി, ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റി. കോഡ് പ്രൊജക്റ്റ് ആയിപ്പോയി. ഓക്കെ, ഓരോ ഓപ്പൺ ആയത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു ഫയൽ സ്ട്രക്ചറാണ്. നമുക്ക് ഇത് അധികം പോകേണ്ട വലിയായിട്ട്. ഇത് ഒന്നുമില്ല, SRC ഇതിലൊക്കെ മെയിൻ കോഡെല്ലാം വേണ്ടത്. പിന്നെ ഇതിൽ അറിഞ്ഞ കാര്യം ഈ രണ്ടെണ്ണം ഉള്ളൂ മെയിനായിട്ട്. ഇതിൽ നമ്മളുടെ ഡിപ്പെൻഡൻസി വരെ കുറച്ച് നെയിമൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെയാണ്. ഡിപ്പെൻഡൻസി നമ്മൾ കുറച്ച് എക്സ്റ്റേണൽ ഫയൽസ് എന്തെങ്കിലും ക്രിയേറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇമ്പോർട്ട് ഇവിടെ ചെയ്യുന്നത് നമ്മൾ SRCയിൽ. ലൈബ്രറി ക്രിയേറ്റ്, ബൈനറി ക്രിയേറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് ഓരോന്നെ ഡിസ്കസ് ചെയ്യാൻ പയ്യ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോകുക. നിങ്ങളൊരു സാധനം ചെയ്യണം. നിങ്ങൾ കോഡ് റണ്ണ് ടൈപ്പ് ചെയ്യണം. ഓക്കെ, കോഡ് റണ്ണ് ടൈപ്പ് ചെയ്തിട്ട് കോഡ് റണ്ണിൽ പോയിട്ട് നിങ്ങൾ താഴ്ത്തു പോകണം. അപ്പോൾ നിങ്ങൾക്ക് ടെർമിനൽ സാധനം കാണാൻ പറ്റും. ശ്രദ്ധിച്ചൊക്കെ നോക്കാം. ഓക്കെ, ഇതുണ്ട് കോഡ് റണ്ണർ റൺ ഇൻ ടെർമിനൽ. ഇത് ചിലപ്പോൾ ഇത് ഓഫായിരിക്കും. ഓഫാണെങ്കിൽ ഇതൊന്ന് ടിക്ക് ചെയ്തിട്ടേക്കും. ഓക്കെ, കമോറ SRCയിൽ മെയിനിൽ പോവാം. പിന്നെ നിങ്ങൾക്ക് കാര്യം പറയാനുണ്ട്, നിങ്ങൾക്ക് VS കോഡ് ആദ്യത്തെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഇത് അറിഞ്ഞിരിക്കണം. അവിടെ ഇത് കണ്ട ഈ യൂസറും വർക്ക് രണ്ടും ഒന്നാണ് കണക്ക് അറിയാൻ പറ്റും. അവിടെ ഇരിക്കുന്നത് രണ്ടെണ്ണം. പക്ഷേ രണ്ട് ഡിഫറൻസ് എന്താ വെച്ചാൽ ഈ യൂസർ എന്താ വെച്ചാൽ എക്സാമ്പിൾ ഞാൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കൊടുത്തു. ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ
എന്നിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ വേറെ ലാംഗ്വേജ് പൈത്തൺ അല്ലെങ്കിൽ വേറെ പ്രൊജക്റ്റ് വേറൊരു ഫോൾഡർ ക്രിയേറ്റ് അവിടെ വേറൊരു കോഡ് ചെയ്യാൻ നോക്കുന്നത് റസ്റ്റ് തന്നെ അല്ലെങ്കിൽ വേറെ ലാംഗ്വേജ് ഇതിനാവട്ടെ ചെയ്യുമ്പോൾ ഇവിടെ അടുത്ത് ചേഞ്ചസ് അവിടെയും കാണാൻ പറ്റും. പക്ഷെ വർക്ക്ഷോപ്പിൽ അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് പറ്റി കൊടുത്ത് ഒരു സൈസ് മാറ്റി എന്തെങ്കിലും ഫോൺ സൈസ് എന്തെങ്കിലും എന്തെങ്കിലും മാറ്റി അത് എൻ്റെ ഈ പ്രൊജക്റ്റ് മാത്രമേ അപ്ലൈ ആവുള്ളൂ. എക്സാമ്പിൾ ഫോൺ സൈസ് 200 വെച്ച് ഈ വേറൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യില്ല. ഇതിനെ മാത്രം അഫക്റ്റ് ചെയ്യും. ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് എടുത്താൽ അത് ഈ പ്രൊജക്റ്റിന് മാത്രം ഈ പ്രൊജക്റ്റ് 1 അതിന് മാത്രം അഫക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, യൂസർ എന്ന് വെച്ചാൽ മൊത്തം. ഓക്കെ, SRS ഉണ്ട്. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഒരു കോഡ് ഉണ്ട്. ഇതൊരു പ്രിൻറ്റ് കോഡാണ് ഫസ്റ്റ് കോഡ്. അപ്പോൾ നമുക്ക് റിമൂവായിട്ട് ഒന്നാമതൊട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ main.rsലാണ് കോഡ് അടിക്കുന്നത്. ഓക്കെ, SRSൽ. ഓക്കെ, ഫസ്റ്റ് അടിക്കാം. ഫസ്റ്റ് FN. ഓക്കെ, FN ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അത് എന്ത് ചെയ്യാൻ പറഞ്ഞത് FN മെയിൻ അടിക്കും. അത് നിങ്ങൾ ഇവിടെയും കാണാൻ പറ്റും. FN മെയിന് അത് ബ്രാക്കറ്റ് ഇട്ടിട്ട് അത് കറൽ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാം മൊത്തം ഓടിക്കുന്നത്. ഓക്കെ, നിങ്ങളത് വെച്ചാൽ നിങ്ങൾ C++ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അല്ലെങ്കിൽ പ്രശ്നമില്ല. ഒന്നുമില്ല, നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കോഡ് അടിക്കാൻ പോകുന്നതെല്ലാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൻ്റെ പുറത്തും കോഡ് അടിക്കേണ്ട അത് നമുക്ക് പിന്നെ പറഞ്ഞാൽ ഇതിൽ മെയിൻ നമ്മുടെ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഫോൾഡറിലാണ്. വേറെ ഫോൾഡർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റൺ ചെയ്യാൻ ചോദിച്ചോ, എന്തെങ്കിലും കോഡ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക എന്തെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാൻ ചോദിച്ചോ, ആ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മെയിൻ ഫംഗ്ഷൻ വെച്ച് പറ്റുള്ളൂ. ഓക്കെ, അത്ര ഉള്ളൂ. എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കുക ആ മെയിനിലാണ്. നമുക്ക് ഫസ്റ്റ് അപ്പോൾ ഇത് നിങ്ങൾ കാണാൻ പഠിച്ചു വെച്ചത് കാണാൻ ഇത് അങ്ങനെ തന്നെ അടിച്ചതിൽ വലിയ ഇതൊന്നുമില്ല. ഇത് കമ്പൽസറിയാണ്, എല്ലാം കോഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ കോഡിൽ ഇത് ഉണ്ടായിരിക്കണം, കമ്പൽസറിയാണ്. FN മെയിൻ ബ്രാക്കറ്റ് പിന്നെ കറൽ ബ്രാക്കറ്റ് വെച്ച് ഓപ്പണിങ് ക്ലോസിങ്. ഓക്കെ, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കോഡ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് അടിക്കാം. ഫസ്റ്റ് കോഡ് നമുക്ക് അടിക്കുന്നത് പ്രിൻ്റാണ്. നമ്മുടെ പ്രിൻറ്റ് LN എക്സ്ക്ലമേഷൻ മാർക്ക് മിക്കവാറും മറന്നു. പ്രിൻറ്റ് LN എക്സ്ക്ലമേഷൻ മിക്കവാറും മറന്നു കാര്യമാണ്. അതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റ് സാധനമിട്ട് ഇതിൽ നമ്മൾ കോഡ് അടിക്കണം. കോഡല്ല നമ്മുടെ ഫസ്റ്റ് സ്ട്രിങ്. ഓക്കെ, സാധനം ഫസ്റ്റ് സ്ട്രിങ് എന്ത് അടിച്ചോ ഞാൻ അടിക്കുമ്പോൾ തന്നെ ഹലോ വേൾഡ്. അത് നിങ്ങൾ അവസാനം ഒരു സെമി കോളൻ ഇട്ടേക്കോ. ഓക്കെ, സെമി കോളൻ മാർക്കരുത്. എന്ത് ചെയ്യാം, നമുക്ക് റൺ ചെയ്യാം. പക്ഷേ ഇത് റോസ് നമുക്ക് ചായൻ്റെ ആവശ്യമില്ല. റൺ ചെയ്യാണ്. 5 കോഡ് റൺ ആവുന്നുണ്ട്. ഓക്കെ, ഹലോ വേൾഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഫസ്റ്റ് കോഡ് ടൈപ്പ് ചെയ്തിരിക്കുക. നിങ്ങൾ പ്രോഗ്രാമിംഗ് വേൾഡിൽ ഇറങ്ങി ഇപ്പോൾ റസ്റ്റിൻ്റെ പ്രിൻ്റ് ഉപയോഗിക്കാൻ പറ്റിയ 3 രീതികളുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞത് പ്രിൻ്റ് വെച്ചാൽ ഡയറക്റ്റ് പ്രിൻ്റ് ചെയ്യും. ഇവിടെ കണ്ട. ഇത് രണ്ടാമതാണ് പ്രിൻ്റ്, വെറും പ്രിൻ്റ്. ഓക്കെ, പ്രിൻ്റ്. ഓക്കെ, പ്രിൻ്റ് എക്സ്പ്ലനേഷൻ ഇവിടെ ഹലോ. ഓക്കെ, ഹലോ എന്ന് നോക്കാം നമുക്ക്. ഹലോ 2. ഓക്കെ, ഹലോ 2 കൊടുത്ത് ഇത് എൻഡിൽ സെമിക്കോളം ഇടാൻ മറക്കരുത്. സെമിക്കോളം എന്താ വെച്ചാൽ നിങ്ങളുടെ ആ പ്രിൻ്റ് എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ഇടുമ്പോൾ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ്. സാധാരണ നിങ്ങളുടെ ഇത് ഇവിടെ തുടങ്ങി ഇത് അവസാനിച്ച് പറയാനുള്ളൊരു ഇതാണ്. ഇത് ഇട്ടില്ലെങ്കിൽ എറർ കാണിക്കും. ഇപ്പോൾ കളഞ്ഞ് നോക്കി അങ്ങനെ കാണാൻ പറ്റും. ഇവിടെ എറർ കാണിക്കുന്നത് കണ്ട. ഇപ്പോൾ കോഡ് റൺ ചെയ്താലും എറർ കാണിക്കും കണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പറയാം ഇതെന്താണ്. നേരത്തെ പ്രിൻറ്റ് LN എക്സ്ക്ലമേഷൻ ഇതിലൊന്നും LN ഉപയോഗിച്ചില്ല, വെറും പ്രിൻ്റ് എക്സ്ക്ലമേഷൻ ആണ്. അപ്പോൾ ഈ രണ്ടിൻ്റെ ഡിഫറൻസ് എന്താ വെച്ചാൽ ഇത് ഇച്ചിരി നിങ്ങൾക്ക് ഇച്ചിരി ഇതാക്കി വേണമെങ്കിൽ ഇച്ചിരി റിച്ച് ആളാണ്, ഇത് പൂർ ആളാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇവൻ എന്തെന്ന് വെച്ചാൽ ഇവനൊരു വീടുണ്ട്, ഒരു ഏരിയ ഉണ്ട്, സ്ഥലമുണ്ട്. ഇവൻ ആ സ്ഥലം മൊത്തം എടുക്കും. കാരണം ഒരു വലിയ വീടാട്ടാ, ആ വീട്ടിൽ ഇവൻ മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ വേറെ ആരും ഒരാൾ വന്നത് നിൻ്റെ ഒരു വ്യത്യസ്ത സ്ഥലമുണ്ട്, ഞാൻ താമസിച്ചോട്ടെ. ഇവൻ പറ്റില്ല എന്ന് പറയും. അത്ര അഹങ്കാരമുള്ള ആരാണ്. ഓക്കെ, അങ്ങനെ ചോദിച്ചു നിങ്ങൾ. പക്ഷേ ഈ പ്രിൻ്റ് ചെയ്യാൻ പാവപ്പെട്ടനെ ഇവൻ്റെ റൂം ചെറുതാണെങ്കിൽ വലുതാവുന്നില്ല. ആരും വന്നാലും അവൻ്റെ വീട്ടിൽ കയറിക്കൊള്ളാൻ പറയാൻ. ഇങ്ങനത്തെ ആളാണ്. നിങ്ങൾ റൺ കാണിച്ചു തരാം. നിങ്ങൾ റൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. ഇവൻ എന്താ വെച്ചാൽ ഈ മൊത്തം സ്ഥലം എടുത്ത് കണ്ട് ഇത്രേ. ഇവൻ പിന്നെ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇവൻ ഈ മൊത്തം സ്ഥലം എടുത്ത്. പക്ഷേ ഇവൻ ഇത്ര സ്ഥലം എടുത്തുള്ളൂ. ഈ സ്ഥലം ഫ്രീ ആയി കിടക്കുക. എക്സാമ്പിൾ രണ്ടാമത്തെ പ്രിൻ്റ് നോക്കിയാൽ ഇവൻ പോയി ചോദിച്ചു ഇവിടെ ഇങ്ങോട്ട് വന്നോട്ടേന്ന്. ഈ സ്ഥലത്ത് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടെ. ഇവൻ സമ്മതിച്ചില്ല. പക്ഷേ ഇവൻ അടുത്ത ലൈനിൽ പോയി കോരാൻ പറഞ്ഞു. ഇപ്പം അടുത്ത ലൈനിൽ പോയി. പക്ഷെ ഇവൻ ഇത്ര ലൈൻ എടുക്കുള്ളൂ. എക്സാമ്പിൾ വേറെ ആൾ വന്നു വെച്ചോ, ഇവൻ തന്നെ ഇവൻ്റെ ഒരു കസിൻ വന്ന് റിച്ചാൾ തന്നെ ഒരു കസിൻ വന്ന്. ഓക്കെ, പ്രിൻ്റ് എല്ലാം തന്നെ വന്ന് നോക്കാം. പ്രിൻ്റ് 3 നോക്കാം നമുക്ക്. പ്രിൻ്റ് എല്ലാം തന്നെ എൻ്റെ കസിനാണ് ചേട്ടൻ അനിയാരായിട്ട് വന്ന്. അത് ഇവൻ്റെ വീട്ടിൽ കയറാൻ നോക്കി. അപ്പോൾ എന്ത് പറഞ്ഞ് അത് കയറിക്കൂടെ, എൻ്റെ റൂമിൽ സ്ഥലം ഉണ്ടല്ലോ, നീ കയറിക്കോ. കാണിച്ചത് കണ്ട. ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് പുതിയ ലൈനും വരേണ്ട പകരം അവൻ്റെ ഒപ്പം തന്നെ വന്നു. അപ്പോൾ അതാണ് വ്യത്യാസം. പ്രിൻ്റ് അല്ല എന്ന് വെച്ചാൽ അവൻ മൊത്തം ലൈൻ എടുക്കും, ഈ മൊത്തം സ്പേസ് എടുക്കും അവൻ. പക്ഷേ പ്രിൻ്റ് എന്ന് വെച്ചാൽ അവൻ എത്ര സ്പേസ് അത്ര എടുക്കുള്ളൂ. പക്ഷേ ഇനി ഞാൻ പ്രിൻ്റ് ലൈൻ ഉപയോഗിച്ചില്ലേ, ഇവൻ എന്താ വെച്ചാൽ ഇവൻ
എത്ര സ്പേസ് വേണം അത്രേ എടുത്തുള്ളൂ. പക്ഷേ ഇവൻ്റെ ഒരു സ്പേസിൽ കയറി, പിന്നെ ബാക്കി സ്പേസ് മൊത്തം എടുത്ത് എന്ന് വെച്ചാൽ ഈ സ്പേസ് ഇവൻ്റെയാ, പക്ഷേ ഇവൻ തൊട്ട് ബാക്കിയുള്ള എല്ലാ സ്പേസും ഇവൻ എടുത്ത്. അതാണ് പ്രിൻ്റ് സ്പേസ് തന്നെ. അവൻ്റെ റൈറ്റ് സൈഡിലെ മൊത്തം സ്പേസ് അവൻ എടുക്കും. അതാണ് പ്രിൻ്റ് അല്ലേ. ഓക്കെ, പ്രിൻ്റ് വെച്ചാൽ എത്ര സ്പേസ് വേണം അത്ര എടുക്കുള്ളൂ. ഓക്കെ, ഈ നെക്സ്റ്റ് സാധനം നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുക മൂന്നാമത്തെ പേര് എന്ന് വെച്ചാൽ പ്രിൻറ്റ് ലിസ്റ്റിലേക്ക് പ്രിൻറ്റ് ആണോ പ്രിൻറ്റ് അല്ല ലിസ്റ്റിൽ ഉപയോഗിക്കുക. അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾക്ക് നമ്പർ ഇത് നമ്മൾ പ്രിൻറ്റ് സ്ട്രിങ്സ് ആണ്. സ്ട്രിങ്സ് എന്ന് വെച്ചാൽ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങളാണ് സ്ട്രിങ്സ്. ഇതിപ്പോൾ നിങ്ങൾക്ക് നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാൻ നോക്കിയാൽ പറ്റില്ല, നടക്കില്ല, എറർ വരും. ഇപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ നോക്കിയാൽ നമ്പേഴ്സ് പ്രിൻറ്റ് ആവില്ല. പ്രിൻറ്റ് ചെയ്യണം നമ്പേഴ്സിന് ഒരു ടെക്നിക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു നമ്മൾ സ്ട്രിങ് ഇടണം. ആ സ്ട്രിങ്ങിൽ ബ്രാക്കറ്റ് ഇടണം, കർലി ബ്രാക്കറ്റ്, അതിന് പുറത്ത് കോമ, ഏത് നമ്പർ പ്രിൻറ്റ് ചെയ്യാൻ നമ്പർ അവിടെ കൊടുക്കുക. ഇത് പ്രിൻറ്റ് നോക്കിയാൽ കാണാൻ പറ്റും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ട. അപ്പോൾ ഇതാണ് പ്രിൻറ്റ് ചെയ്യുന്ന 3 ടെക്നിക്സ്. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിളാണ്. നമ്പേഴ്സ് ഉണ്ട് ഇങ്ങനെയാണ്. ഓക്കെ, സ്ട്രിങ്സ് ഉണ്ട് ഇങ്ങനെയാണ്. പറഞ്ഞാൽ സ്ട്രിങ് പ്രിൻ്റ് എല്ലാം പ്രിൻ്റ് പറഞ്ഞിരുന്ന്, പിന്നെ നമ്പേഴ്സ് ഉണ്ട് പറഞ്ഞ്. ഓക്കെ, ഞാൻ പറഞ്ഞ പ്രിൻ്റ് ഡിഫറൻസും പറഞ്ഞ്, പിന്നെ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഞങ്ങൾക്ക് 4ാം സാധനം പറയാനുള്ളത് കമൻറ്റ്സ് ആണ്. എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ പ്രിൻ്റാ പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ കമൻറ്റ്സ് എന്താ നമുക്ക് അറിയണ്ടേ. കമൻറ്റ്സ്, വാട്ട് ഈസ് കമൻറ്റ്സ്? നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ വെച്ചാൽ വേറെ പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. പക്ഷേ നോക്കാം. കമൻറ്റ്സ് എന്ന് വെച്ചാൽ ഒരു സ്ട്രിങ് എന്ന് പറയാം. ഒരു സ്ട്രിങ് ആണ്, പക്ഷേ അത് കോഡ് കമ്പൈൽ ചെയ്യില്ല. എന്ന് വെച്ചാൽ ആ നമുക്ക് കൊടുത്ത സാധനങ്ങൾ, ഇപ്പോൾ ആ കമൻറ്റ് കൊടുത്ത സാധനങ്ങൾ നമ്മുടെ കമ്പൈലർ കമ്പ്യൂട്ട് ചെയ്യില്ല. എന്ന് വെച്ചാൽ അത് എക്സിക്യൂട്ട് ചെയ്യില്ല. എക്സാമ്പിളിലേക്ക് ചോദിച്ചോ, ഞാൻ ഒരു കോഡ് എഴുതി, എന്നിട്ട് ഇതന്നെ എടുക്കാം, നമുക്ക് ഇത് കളയാം. ഫസ്റ്റ് പ്രിൻ്റിൽ തന്നെ എടുക്കാം. ഇത് കണ്ട ഇവിടെ പറയാം. ഇത് എൻ്റെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് പറയണം. സിമ്പിൾ കോഡാണ്, പക്ഷേ കോംപ്ലക്സ് കോഡൊക്കെ ആണെങ്കിൽ എനിക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഈ സാധ്യത എന്തിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല കോഡ്. അപ്പോൾ എന്ത് ചെയ്യും, കമൻറ്റ് വേണം. അപ്പോൾ ഞാൻ കമൻറ്റ് ഉപയോഗിക്കുന്നത്. കമൻറ്റ് എന്ന് വെച്ചാൽ ഒരു മെസ്സേജ്. ഓക്കെ, അപ്പോൾ അതിന് എന്ത് ചെയ്യും, പക്ഷേ നമുക്ക് സിംഗിൾ ലൈൻ കമൻറ്റ് ഉപയോഗിക്കാം. അപ്പോൾ അതിന് എനിക്ക് ഡബിൾ ബാക്ക്വേർഡ് സ്ലാഷ് ഉപയോഗിക്കണം. അതൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണമെങ്കിൽ എക്സാമ്പിൾ കൊടുക്കണം. ദിസ് ഈസ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ഇനി ഞാൻ കോഡ് 5 വർഷം കാണിച്ചു തരാം. അപ്പോൾ എന്ത് ചെയ്യാൻ നോക്കി, എറർ വന്നില്ല. പക്ഷേ ഈ സാധനം കളഞ്ഞിട്ട് നോക്കി, ഡബിൾ സ്ലാഷ് കളഞ്ഞിട്ട് ഒന്ന് പ്രിൻറ്റ് നോക്കാം. ഓക്കെ, എന്ത് ചെയ്യുന്നു നോക്കാം, എറർ വന്നു. കണ്ട, നിങ്ങൾക്ക് ഇങ്ങനത്തെ മെസ്സേജൊക്കെ അടിക്കുമെങ്കിൽ, കമൻറ്റ്സ് ഒക്കെ ഇടണമെങ്കിൽ, ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമെങ്കിൽ നിങ്ങൾക്ക് 2 ബാക്ക്വേർഡ് സ്ലാഷിൻ്റെ ഉപയോഗിച്ചതേ പറ്റുള്ളൂ. ഇനി ചില കേസിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒറ്റ ലൈനിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ എനിക്ക് ഇങ്ങനത്തെ കൊടുക്കണം, ദിസ് ഈസ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് സൂപ്പർമാൻ ഇതിലാവട്ടെ, ഇതിലാവട്ടെ പൊക്കീമോൺ, നിങ്ങൾ കുറച്ചാകും കുറേ ഉണ്ട് ചോദിച്ചു ഇങ്ങനെ. ഇപ്പോൾ എന്ത് ചെയ്യും, എല്ലാത്തിനും ഇങ്ങനെ സ്ലാഷ് അടിച്ച് പോയാൽ എന്ത് പാടാ എല്ലാത്തിനും. ഇപ്പോൾ ഇത് 2 കുറേ ഉണ്ടല്ലോ, എന്ത് ചെയ്യും. അവിടെയാണ് നമ്മൾ മൾട്ടി-ലൈൻ കമൻറ്റ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ്, ഇൻസ്റ്റെഡ് ഓഫ് ദിസ്. ഓക്കെ, ഇതിൻ്റെ പകരം നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇത് പോട്ടെ, സിംഗിൾ ലൈൻ കമൻറ്റ്, മൾട്ടി ലൈൻ കമൻറ്റ് വെച്ചാൽ ബാക്ക്വേർഡ് സ്ലാഷ്, പിന്നെ ഒരു സ്റ്റാർ. ഓക്കെ, ബാക്ക്വേർഡ് സ്ലാഷ് സ്റ്റാർ. ഓക്കെ, സ്ലാഷ് സ്റ്റാർ. അതിൻ്റെ പിന്നെ അടുത്ത എൻഡിങ്ങിൻ്റെ എനിക്ക് അവിടെ നിർത്താം. അവിടെ കമൻറ്റ് ഇടാം. ആ എൻഡിങ്ങിലും ഇടണം സ്പേസ് കൊടുത്തത് സ്റ്റാർ ബാക്ക്വേർഡ് സ്ലാഷ്. ഓക്കെ, ഒരു കമൻറ്റ്. ഇനി ഞാൻ എൻ്റെ റൺ ചെയ്ത് നോക്കിയാൽ എറർ ഇല്ല. നിങ്ങളുടെ ഇത് ഓട്ടോമാറ്റിക്കലി ഒന്നാണ്, ഇത് റിമൂവ് ചെയ്തേക്കാം. റൺ ചെയ്യാം, കണ്ട എറർ ഇല്ല. അപ്പോൾ ഇതാണ് കമൻറ്റ്സ് വെച്ചൊന്നുമില്ല. ഒരു ഡിസ്ക്രിപ്ഷനിലൊരു കമൻറ്റ്, യൂട്യൂബിൽ തന്നെ കമൻറ്റ്സിൽ അങ്ങനത്തെ ഒരു സാധനം വെറുതെ ഒരു എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു കാര്യം. ഇപ്പോൾ എക്സാമിന് പറഞ്ഞ പോലെ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ വേണ്ടി മുകളിലിട്ട് വലിയ കോംപ്ലക്സ് കോഡൊക്കെ വരുമ്പോൾ ആ കോഡ് എന്താ ചെയ്യുന്നത് നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അവിടെ ഒരു സെൻറ്റൻസ്, അത് നമ്മുടെ കോഡ് കമ്പൈലർ ഇഗ്നോർ ചെയ്യുന്ന സാധനം, അതാണ് നമ്മുടെ കമൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും കമൻറ്റ്സ് എന്താണെന്ന് നോക്കി. നിങ്ങൾക്ക് ഇനി വേറെ ഡാറ്റ ടൈപ്സ്, വേരിയബിൾസ് കുറേ സാധനം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. ടിൽ ദെൻ ബൈ.